ഹലോ ഫ്രണ്ട്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പാന് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിലും ബട്ടറും ചേർക്കണം. ഇനി ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട, കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായി വഴറ്റണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് വരുമ്പോൾ സ്റ്റവ് ഓഫാക്കിയിട്ട് ചൂടാറാൻ വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കണം. വീണ്ടും ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഓയിലും ബട്ടറും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചെറിയ കഷ്ണം ബേ ലീഫ് ആഡ് ചെയ്യണം. ചെറുതാക്കി അരിഞ്ഞ സവോള ചേർത്ത് വഴറ്റുക. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യുക. സവോള നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി വരാം. മസാലയുടെ പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് ഇളക്കണം. നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് കുറുകി വരുമ്പോൾ കറിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ചേർത്ത് ഇളക്കുക. നമ്മുടെ പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വേവിക്കുക. ശേഷം ആവശ്യത്തിന് കുക്കിംഗ് ക്രീം ചേർത്ത് ഇളക്കണം. ഈ സമയത്ത് ഉപ്പും മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ചില റെസിപ്പികളിൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതില്ലാണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് കസൂരി മേത്തി കയ്യിലിട്ട് തിരുമിയിട്ട് കറിയുടെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ കസൂരി മേത്തി ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിയുടെ ഫ്ലേവറേ മാറിപ്പോകുന്നത്. അവസാനമായിട്ട് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി. നല്ല ചൂട് പൊറോട്ടയോ ചപ്പാത്തിയോ നാനോ കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമായിച്ചാൽ സപ്പോർട്ട് ചെയ്യണേ. പനീർ ബട്ടർ മസാലയുടെ ഒരു ഈസിയസ്റ്റ് വേർഷൻ ഉണ്ട്. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ആ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ.